ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശാന്തമായ അന്തരീക്ഷത്തിൽ വിശ്രമ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച ഒരു വൃദ്ധൻ ഒരു ഗ്രാമത്തിലുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലെ പുൽമൈതാനത്ത് എല്ലാ വൈകുന്നേരങ്ങളിലും ഒരു കൂട്ടം കുട്ടികൾ കളിക്കാനെത്തുമായിരുന്നു. അവരുടെ ബഹളവും ആർപ്പ് വിളികളും കാരണം അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും സമാധാനമായിരിക്കാൻ കഴിഞ്ഞില്ല. കുട്ടികളോട് ദേഷ്യപ്പെട്ടോ അവരെ ഓടിച്ച പ്രശ്നം പരിഹരിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. കാരണം അത് കുട്ടികളെ കൂടുതൽ വാശിയുള്ളവരാക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു ഉപായം കണ്ടെത്തി. ഒരു വൈകുന്നേരം അദ്ദേഹം കുട്ടികളെ അടുത്ത് വിളിച്ചു പറഞ്ഞു, കുട്ടികളെ, നിങ്ങളുടെ കളി കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ ഈ വിജനമായ മുറ്റത്ത് നിങ്ങൾ വന്ന് കളിക്കുന്നത് എനിക്ക് വലിയ സന്തോഷം നൽകുന്നു. അതിനാൽ ഇവിടെ വന്ന് കളിക്കുന്നതിന് പ്രതിഫലമായി ഓരോരുത്തർക്കും ഞാൻ $1 വീതം നൽകാം. പണം കിട്ടുമെന്ന സന്തോഷത്തിൽ കുട്ടികൾ ഇരട്ടി ആവേശത്തോടെ അവിടെ വന്ന് കളിച്ചു തുടങ്ങി. ഒരാഴ്ചയ്ക്ക് ശേഷം വൃദ്ധൻ അവരെ വീണ്ടും വിളിച്ചു, മക്കളെ, എനിക്ക് അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അതിനാൽ ഇന്നു മുതൽ നിങ്ങൾക്ക് 50 സെന്റ് മാത്രമേ നൽകാൻ കഴിയൂ എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് അല്പം നിരാശ തോന്നിയെങ്കിലും അവർ കളി തുടർന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ തുക 20 സെന്റായി വീണ്ടും കുറച്ചു. ഒടുവിൽ ഒരു ദിവസം അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു, ക്ഷമിക്കണം, ഇനി മുതൽ എനിക്ക് നിങ്ങൾക്ക് പണമൊന്നും നൽകാനായിട്ട് സാധിക്കില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് കളിക്കണം. ഇത് കേട്ട കുട്ടികൾ പറഞ്ഞു, സൗജന്യമായി നിങ്ങൾക്ക് വേണ്ടി കളിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി. പിന്നീട് ഒരിക്കലും ആ കുട്ടികൾ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തേക്ക് തിരികെ വന്നില്ല. വൃദ്ധനെ ആഗ്രഹിച്ച സമാധാനം അദ്ദേഹത്തിന് തിരികെ ലഭിച്ചു. ജീവിതത്തിൽ പലപ്പോഴും നാം നേരിടുന്ന പ്രശ്നങ്ങളോട് നേരിട്ട് പോരാടി ഊർജം കളയുന്നതിനേക്കാൾ അവയെ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നതാണ് ബുദ്ധി. ചിലപ്പോഴൊക്കെ പ്രതിസന്ധികളെ അവയുടെ വഴിക്ക് വിടുകയും ബുദ്ധിപൂർവമായ നീക്കങ്ങളിലൂടെ അവയെ സ്വയം ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് ശരിയായ മാർഗം. ബുദ്ധിയുള്ളവൻ തന്റെ വഴി വിവേചിച്ചറിയുന്നു, മൂഢന്മാരുടെ ഭോഷത്വമോ വഞ്ചനയത്രയെന്ന് സദൃശ്യവാക്യങ്ങൾ 14:8 പറയുന്നു. കാര്യങ്ങൾ വിവേകത്തോടെയും സ്വബോധത്തോടെയും ചെയ്യുക എന്നത് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ഏറ്റവും വലിയ ശക്തികളിലൊന്നാണ്. അധികാരത്തിന്റെ കഠിനതയാലോ ബഹളത്തിന്റെ ശബ്ദത്താലോ ഉടൻ നേടിയെടുക്കാൻ കഴിയുന്ന ചില നേട്ടങ്ങളുണ്ടായേക്കാം. എന്നാൽ അവ പലപ്പോഴും താൽക്കാലികവും അസ്ഥിരവുമാണ്. അതിനു പകരം വിവേകപൂർണമായ നിശബ്ദതയും ചിന്തിച്ചെടുക്കുന്ന തന്ത്രപരമായ നീക്കങ്ങളും ദീർഘകാല വിജയങ്ങളിലേക്ക് നമ്മെ നയിക്കും. തന്ത്രം എന്നത് കപടതയല്ല, മറിച്ച് ദൂരദർശനമാണ്. സമയവും രീതിയും അറിയുന്ന പ്രവർത്തനമാണ് യഥാർത്ഥ തന്ത്രം. എവിടെ സംസാരിക്കണം, എവിടെ മൗനം പാലിക്കണം, എപ്പോൾ മുന്നോട്ട് നീങ്ങണം, എപ്പോൾ കാത്തിരിക്കണം, ഇവയെല്ലാം തിരിച്ചറിയുന്നവരാണ് ജീവിതത്തിൽ യഥാർത്ഥമായ വിജയങ്ങൾ നേടുന്നത്. തന്ത്രപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് വിവേകത്തോടെയും സുബോധത്തോടെയും പ്രവർത്തിക്കുന്നവരായി നമുക്ക് സ്വയം രൂപപ്പെടാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളിൽ മനം നീറിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രയാസങ്ങളിൽ മനം നീറിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രാണപ്രിയ എൻ്റെ യേശുനാഥ, എന്നെന്നും നീ എൻ്റെ തണലാകണേ. പ്രാണപ്രിയ എൻ്റെ യേശുനാഥ, എന്നെന്നും നീ എൻ്റെ തണലാകണേ. പ്രതിസന്ധികളിൽ ഞാൻ തളർന്നിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രതിബന്ധങ്ങൾ എന്നെ തളച്ചിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രതിസന്ധികളിൽ ഞാൻ തളർന്നിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രതിബന്ധങ്ങൾ എന്നെ തളച്ചിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ.